ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. വൺ ഓഫ് മൈ ബെസ്റ്റസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിന് ബിഹൈൻഡായിട്ടുള്ള നമ്മൾ ത്രെഡിങ്ങും കാര്യങ്ങളും പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ചുട്ടിയും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ അവർ പോയി. പക്ഷെ ഞാനിതിലില്ല കേട്ടോ. കാരണം അവർ എല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഇന്ന് അവർക്ക് എല്ലാവർക്കും സ്റ്റേ അവിടെയാണ്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ 2 ഡേ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അവരെല്ലാവരും തലേന്ന് രാവിലെ തന്നെ എത്തി. അപ്പോൾ അങ്ങനെ വലിയ ബാഗും ബാണ്ടൊക്കെ ആയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ അവരെ വെൽക്കം ചെയ്തു, ഓരോ വെൽക്കം ഡ്രിങ്കൊക്കെ കൊടുത്തു. പക്ഷേ രാവിലെ എത്തിയതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നമുക്ക് അറിയാതെ നമ്മൾ അവളോടൊന്ന് ഡാൻസ് കളിച്ചോളാം എന്ന് ഏറ്റുപോയി മെഹന്തി നൈറ്റിൽ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ്, ഒന്നും ആയിട്ടില്ല. ലാസ്റ്റേക്ക് എന്തൊക്കെയോ തട്ടിക്കൂട്ടിയേക്കാണ്. ഓൺലൈനായിട്ട് പഠിച്ചതിൻ്റെ എല്ലാ ഗുണവും ഡാൻസിൽ കാണാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നല്ല വിശന്നപ്പോൾ നമ്മൾ ഓരോ മന്തിയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പോകാൻ നല്ല ലേറ്റായി. എല്ലാവരും സാരിയൊക്കെ കൊടുത്ത് അമ്മായിയായി ഇറങ്ങിയപ്പോൾ അതിന് നല്ല ലേറ്റായി. അവിടെ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവളുടെ അടുത്ത് നിന്ന് 2 തെറിയൊക്കെ കേട്ടു. എന്നാലും നമ്മൾ പരിപാടി നല്ല കളറായി. അവളുടെ ഉമ്മയും അമ്മായികളൊക്കെയാണിത്. അപ്പം നമ്മളും അതിൽ ജോയിൻ ചെയ്തു. ഒരു അരിക്കുത്ത് പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അത് ഉച്ചക്കായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് വൈബായി സെറ്റായിട്ട് ഇങ്ങനെ അവർ കോസ്റ്റ്യൂം എല്ലാവരും നല്ല അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരുന്നു. പിന്നെ നൈറ്റ് മെഹന്തി ഫംഗ്ഷനാണ്. അപ്പോൾ അതിനെല്ലാവരും ഗ്രീനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബ്രൈഡ് ഇവിടെ മേക്ക് ഓവറിന് ഒരു റൂമിലാണ്. അപ്പോൾ നമ്മൾ അവളെ വെയിറ്റ് ചെയ്ത് ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ അവളെ പോയി. അങ്ങനെ ഫൈനലി നമ്മളെ ബ്രൈഡ് എത്തിയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് യൂഷ്വലി കാണുന്നവർക്ക് അറിയായിരിക്കും നമ്മളെ ബ്രൈഡിനെ. അപ്പോൾ നമ്മൾ അവളുടെ വീട്ടിലേക്ക് പോയി. ഇവിടെ നൈറ്റ് ഫംഗ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ മെഹന്തി ഫംഗ്ഷൻ ഏകദേശം സ്റ്റാർട്ടായി. അപ്പോൾ നമ്മൾ ബ്രൈഡ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇത് ആളുടെ സിസ്റ്ററാണ്. പിന്നെ നമ്മളെ ക്ലാസ്സിലെ ബാക്കിയുള്ള എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റേജിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആൻഡ് ഫൈനലി ഞങ്ങൾ ഡാൻസ് തുടങ്ങി. ഫസ്റ്റ് പെർഫോമൻസ് ഞങ്ങൾ ഡാൻസ് ആയിരുന്നു. പക്ഷേ അത് എത്രയോ നന്നായി എന്ന് പിന്നെയാണ് തോന്നിയത്. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നെ അങ്ങോട്ട് ഫുൾ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് അത് എത്രമാത്രം ഷോക്കാണെന്നുള്ളത് മനസ്സിലായത്. പിന്നെ മക്കളൊക്കെ വന്ന് അതുകൊണ്ട് താൽക്കാലികം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പരിപാടി. അതിനുശേഷം അവരുടെ വീട്ടിലെ കസിൻസും സിസ്റ്റേഴ്സൊക്കെ കൂടിയിട്ട് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഫസ്റ്റ് തന്നെ കളിച്ചത് എത്രയോ നന്നായിന്ന്. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റേജിൽ തന്നെ കയറില്ലായിരുന്നു. അപ്പോൾ അവരുടെ നല്ല ഒരു അടിപൊളി മാസ് പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര കോർഡിനേഷനും സിങ്കൊക്കെ ആയിരുന്നു. നമ്മളത് ഓൺലൈനിൽ പഠിച്ചതിൻ്റെ എല്ലാ മെച്ചങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞു. അവരുടെ പ്രോഗ്രാമൊക്കെ അടിപൊളിയായി. ഡേ 2 നമ്മളെല്ലാവരും എണീറ്റ് നേരത്തെ പോകണമെന്നായിരുന്നു. പക്ഷെ എന്നും ലേറ്റായി. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രൈഡ്. ആളുടെ ഒരു മെറൂണിഷ് കൈൻഡ് ഒരു ലെഹങ്കയായിരുന്നു. ആൾ നല്ല ബ്യൂട്ടിഫുള്ളി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ഹാളിൽ കയറി. അപ്പോൾ ഹാളിൽ ബ്രൈഡിൻ്റെ ഒരു ചെറിയ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിൻ എൻട്രി ഗ്രൂമിൻ്റെ കൂടെയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിരുന്നു. അതിനിടയിൽ ഇവിടെ ലിപ്സ്റ്റിക് ഇടലൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ ക്ലാസ്സിലെ ബാക്കി ടീംസൊക്കെ എത്തി. അപ്പോൾ വീണ്ടും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കയറി. പിന്നെ ഇത് നമ്മളെ സ്ഥിരം സ്റ്റെപ്പാണ്, എല്ലാത്തിലും ഉണ്ടാവും. പിന്നെ ഒരു 1 o'clock ഒക്കെ ആയപ്പോഴത്തേന് നല്ല റഷായി തുടങ്ങി കേട്ടോ. മീൻസ് കല്യാണത്തിന് നല്ല റഷായി തുടങ്ങി. പിന്നെ അങ്ങനെ ഗ്രൂം വന്നു, ബ്രൈഡിൻ്റെ എൻട്രി ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂം. അപ്പോൾ അങ്ങനെ ബ്രൈഡ് ഫൈനലി എല്ലായിടത്തും ടാറ്റയൊക്കെ പറഞ്ഞു പോവാണ്. അങ്ങനെ ഫൈനലി ദ മോസ്റ്റ് അവൈറ്റഡ് വെഡ്ഡിങ് അങ്ങനെ തീർന്നു.